അവന്റെ ജീവൻ നഷ്ടമായി. പക്ഷെ ജീവൻ തരാൻ കഴിവുള്ളവൻ അടുക്കിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇന്ന് പകൽ ആരോടൊക്കെ ദൈവാത്മാവ് പറയുന്നു, അസാധ്യമെന്ന് പറയുന്ന ചില മേഖലകളിൽ നീ ഒരു ചോദ്യചിഹ്നം നിൽക്കുമ്പോൾ അതിനകത്ത് ഉത്തരമായി ഒരുവൻ ഇറങ്ങി വരികയാണ്. സ്തോത്രം. അപ്പൊ ഇവിടെ പറയുന്നു, മരിച്ച ഒരുവൻ, അവന്റെ പേര് മാറി. എന്താണ്? സ്തോത്രം. കത്തി കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരു പേരേ ഉള്ളൂ. നീയോ ദാനിയേലേ പോയിക്കൊള്ളുക, കാലാവസരത്തിങ്കൽ ഓഹരി ഭാഗത്ത. അന്ന് പ്രവീണെന്ന് വിളിക്കത്തില്ല, അന്ന് ജിനെന്ന് വിളിക്കത്തില്ല, അന്ന് പ്രദീപെന്ന് വിളിക്കത്തില്ല. ദാനിയേ പോയിക്കൊള്ളുക. സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, മരിച്ച ഒരുവനെ ചുമന്നുകൊണ്ട് വരികയാണ്. അടുത്ത വാക്യമാണ് വളരെ ശ്രദ്ധേയമായ വാക്യം. വായിച്ചാട്ടെ. അവൻ അടുത്ത് ചെന്നു മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ഇന്നും പകൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്തോ ഒന്ന് നിൽക്കാൻ പോവുകയാണ്. നിന്നെ വേദനിപ്പിച്ച ചിലത്, കഴിഞ്ഞ നാളുകളിൽ നിന്നെ കരയിപ്പിച്ച ചിലത്, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സഭയോട് ദൂത് പറയുന്നു. നിന്നെ അസഹ്യപ്പെടുത്തിയ, നിന്നെ വേദനിപ്പിച്ച, നിന്നെ ദണ്ഡിപ്പിച്ച ചില വിഷയങ്ങളില്ലേ, അത് ഈ ദിവസങ്ങളിൽ നിൽക്കാൻ പോവുകയാണ്. ദൈവാത്മാവ് ഇന്ന് പകൽ സഭയോട് ദൂത് പറയുകയാണ്. വേദനിപ്പിച്ച ചില വിഷയങ്ങളില്ലേ, നിന്നെ കരയിപ്പിച്ച ചില വിഷയങ്ങളില്ലേ, ഇന്ന് പകൽ ദൈവാത്മാവ് പറയാ, അത് ഇന്ന് പകൽ നിൽക്കാൻ പോവുകയാ. അതിന്റെ പകൽ സറണ്ടർ ആകാൻ പോവുകയാ. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ആത്മാവിൻ ദൈവത്തെ സ്തുതിക്കാൻ. ഓ ജീവനഗണക ശബ്ദരാധന ഇന്ന് പകൽ ഹല്ലേലൂയ. അധൈര്യപ്പെട്ടു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ഇന്ന് പകൽ നിന്നെ വേദനിപ്പിക്കുന്നത്, നിന്നെ കരയിപ്പിക്കുന്ന വിഷയങ്ങൾ ദൈവാത്മാവ് അതിനെ പുൽസപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. പറയുന്നൊരു കാര്യമുണ്ട്, മഞ്ചം ചുമക്കുന്നവർ ഒരിക്കലും മഞ്ചം നിന്നിട്ടില്ല കേട്ടോ. ഒരിക്കലും ശവമഞ്ചം നിന്നിട്ടില്ല. അത് സെമിത്തേരി കൊണ്ട് അവസാനിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഹല്ലേലൂയ, എന്തോ ദൈവ പദ്ധതി ഉള്ളത് കൊണ്ട്, എന്തോ ഒരു നിത്യ പദ്ധതി ഉള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുകയാ. നീ തീരേണ്ട അവസ്ഥകളുണ്ടായിരുന്നു. ഹല്ലേലൂയ, നീ കുഴിക്കകത്ത് പോകേണ്ട അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ആ ഒരുവൻ ഇതാ വരികയാണ് നിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ. ഇന്ന് പലരും പടമൊരുതി, പക്ഷെ ദൈവാത്മാവ് പറയുകയില്ല, തീർന്നിട്ടില്ല. മുന്നേ നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, മഞ്ചം ചുമന്നവർ നിന്നു. പക്ഷെ മഞ്ചമാണ് നിൽക്കേണ്ടത് അല്ലേ? പക്ഷെ മഞ്ചം ചുമക്കുന്നവരാകുന്നില്ല. സ്തോത്രം. ചുമക്കുന്നവരെ ദൈവം നിർത്തും. സ്തോത്രം ചെയ്താട്ടെ. ഇത് ചുമക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഇത് ചുമന്നുകൊണ്ട് യാത്ര ചെയ്യാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഇന്ന് നമുക്ക് ചില ചുവടുകൾ നീ താടി ഇറക്കി വെക്കേണ്ടി സമയങ്ങൾ ദൈവാത്മാവിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുക. എനിക്കറിയത്തില്ല ആരോടൊക്കെ ദൈവാത്മാവ് ഇന്ന് പകൽ ഈ വിശുദ്ധ ആരാധന ഇടപെടുകയാണ്. ഇന്ന് പകൽ ഹല്ലേലൂയ, ഇന്ന് പകൽ വിശ്വസിക്കുക. ഇന്ന് പകൽ നിന്റെ വിടുതൽ സമയം അടുത്തിരിക്കുക. നിന്റെ വാതിൽ തുറക്കാൻ സമയമായി. നിന്റെ നീ എഴുന്നേൽക്കാൻ സമയമായി. ഇന്ന് പകൽ പറ, എൽ ശദായി എന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ജീവിപ്പിക്കാൻ കരുത്തരായവൻ, മരണത്തിന് മേലെ പാതാളത്തിന് മേലെ അധികാരമുള്ളവൻ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്, ജീവൻ കൊടുപ്പാനും അത് തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാണോ? നീ മരിച്ചവയാ, അല്ലെങ്കിൽ നീ ചത്തിരിക്കുക, അല്ലെങ്കിൽ ചലിക്കത്തില്ലെന്ന് പറഞ്ഞ് ലോകം മുഴുവനും വിധി എഴുതിയെങ്കിൽ ഇതാ ജീവന്റെ ഉടയവനായവൻ, സൃഷ്ടിതാവായവൻ ആ മഞ്ഞത്തെ തൊടുകയാണ്. ഇന്ന് പകൽ പലരും പ്രതീക്ഷയില്ല, ഇനി ഒരു സാധ്യതയില്ലെന്ന് പറയുമ്പോൾ അത് ഉള്ളുകൊണ്ട് പറ, എനിക്കറിയാം ഒരുവന് യാത്രയിലുണ്ട്. അവൻ എന്നെ തൊടും, അവൻ എന്നെ സ്പർശിക്കും, അവൻ എന്നെ ഉയർപ്പിക്കും. ദൈവത്തെ സ്തുതിക്ക്. പ്രതികരിക്കുക. ചിലത് ചലിക്കാൻ പോലെയാണ്. ഇല്ല, വിഷയങ്ങൾ ചലിക്കാൻ പോവുകയാണ്. ചില വിഷയങ്ങൾ ചലിക്കാൻ പോവുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ വീട് പണി നടക്കുക. ജിതി പാസ്റ്റർ കഴിഞ്ഞ ദിവസം അവിടെ വന്നു. ദൈവത്തിന്റെ അത്ഭുതത്തിന് മന്ത്രിയാണ്. നീ ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം നിനക്ക് വേണ്ടി അത്ഭുതത്തിന് വാതിൽ തുറക്കും. ഹല്ലേലൂയ. അവന്റെ പ്രവൃത്തി അസ്തമിച്ചിട്ടില്ല. ഒന്നുമില്ലായ്മ ഞങ്ങൾ തുടങ്ങിയത്. ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഇത് ചലിക്കും, ഈ വിഷയം ചലിക്കും. വേഗത്തിൽ വിടുകയാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, മഞ്ചം ചുമക്കുന്നവർ നിന്നു. അടുത്ത വാക്യം, അടുത്തത് മഞ്ചം നിന്നപ്പോൾ മഞ്ചത്തിൽ നിന്ന് ഒരുവൻ എഴുന്നേൽക്കുകയാണ്. ഇന്ന് പകൽ സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, അങ്കിളുമാരെ, ആന്റിമാരെ, നിങ്ങളോട് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, മഞ്ചം ചുമക്കുന്നവർ നിന്നു, മഞ്ചത്തിൽ നിന്ന് ഒരുവൻ എഴുന്നേൽക്കുകയാണ്. ഇന്ന് പകൽ തൂത് കേട്ടോണം. ചിലത് നിൽക്കുമ്പോ ചിലത് നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കും. ഇന്ന് പകൽ വിശ്വസിക്ക്. ചില നന്മകൾ അവസാനിക്കുമ്പോൾ, ചില വാതിലുകൾ അടയപ്പെടുമ്പോൾ, മറ്റു ഭാഗത്ത് ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചിലത് നിൽക്കും. അതിന്റെ അകത്തുനിന്ന് ചിലതിനെ എഴുന്നേൽപ്പിക്കും. മരിച്ചെടുത്തി നാം ജീവനുള്ളതിനെ എഴുന്നേൽപ്പിച്ചതെങ്കിൽ ആ ചരിത്രത്തിൽ നിന്ന് പറഞ്ഞെടുത്തി ചലനാത്മകമായ ചില വിടുതലുകൾ നീ കാണാൻ പോകുന്നത്. സ്തോത്രം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആശ്രയം മുഴുവൻ അവനിലായി. അവൾ ആശ്രയം വെച്ചവൻ നഷ്ടമായി. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം. നീ ആശ്രയിച്ച പലതും നിന്നിൽ നിന്ന് ശത്രു അപകരിച്ചു കാണും. സ്തോത്രം ചെയ്താണ്. നീ ആഗ്രഹിച്ച പലതും ശത്രു നിന്നിൽ അപകരിച്ചു കാണാം. പക്ഷെ പുതിയൊന്നിനെ തരാൻ എന്റെ ദൈവം മതിയായവനെ വിശ്വസിക്കും. ഹല്ലേലൂയ. അവന്റെ മക്കൾ വീണ്ടെടുപ്പുണ്ട്, അവന്റെ മക്കൾ വിമോചനമുണ്ട്. അവൻ തരാൻ ശക്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ മറുപടിയായി ഇതുവരെ പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെയാണ് ദൈവം ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ ഇന്ന് പകൽ കലനിരിക്കുന്ന സഹോദരനോട് പറയാം, നീ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ ദൈവം നിന്നെ ഉയർത്തും. മനസ്സിൽ വിശ്വസിക്കുക. എസ്തേറിന് വേണ്ടി പ്രവർത്തിച്ചതുപോലെ, ഉറക്കത്തെ കെടുത്തിയതുപോലെ നിനക്ക് വേണ്ടി രാജാവിനെ ദൈവം എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കും. ഉന്നതന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. വിശ്വസിക്ക. നീ ആരുടെ മകനാണ്? ആത്മാവ് ദൈവത്തെ സ്തുതിക്ക്. എന്റെ ദൈവനെ മാനിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, 28 വയസ്സുള്ള ചെറുപ്പക്കാരി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഒരു പുരുഷായുസ് മുഴുവനും ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടാണ് പോയത്. ഈ ആയുസ് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യും? ഒരാളെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങളോട് ഒരു റിക്വസ്റ്റാണ് പറയാം. ഈ ലോകത്തിൽ എന്തെല്ലാം നമ്മൾ സമ്പാദിച്ചാൽ ഇതെല്ലാം നമ്മൾ ഇട്ടിട്ട് പോകും. സ്തോത്രം ചെയ്താട്ടെ. യോ പറഞ്ഞു, ഞാൻ ആത്മനായി വന്നു, നഗ്നനായി തിരികെ. പൗലോസ് പറഞ്ഞു, ഞാൻ ഒന്നുമില്ലാത്തവനായി വന്നു, ഒന്നുമില്ലാത്തവനായി തിരികെ പോകും. സ്തോത്രം. അതുകൊണ്ടൊരു കാര്യം പറയും, കർത്താവിന് വേണ്ടി ആയുസിൽ എന്തെങ്കിലും ചെയ്യും. തീരുമാനം എടുക്കുക. സ്തോത്രം ചെയ്താൽ സ്തോത്രം. ഹല്ലേലൂയ. എത്ര ദൈവത്തെ സ്തുതിക്കും. അവൻ പുറത്തു വരിക്കുമ്പോൾ മരിച്ചവരെ കൊണ്ടുവരും. മഞ്ചം ചുമന്ന് പുറത്തു. മഞ്ചത്തിൽ നിന്നൊരുവൻ എഴുന്നേറ്റു. അടുത്ത വാക്യം, മരിച്ചവൻ എഴുന്നേറ്റ് എന്ത് ചെയ്തു? ഇന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? നിന്റെ വിടുതൽ കണ്ട് നീ സന്തോഷം. സ്തോത്രം ചെയ്യും. ആ മരിച്ചവനായിരുന്നു, പക്ഷെ ഇപ്പോൾ എഴുന്നേറ്റ് നിന്നോട് സംസാരിക്കുക. ഇന്നപ്പോ നിന്റെ വിടുതലിനോട് നീ ഇന്ന് പകൽക്കാലം പറയണം, ഞാനത് കാണാൻ പോകുകയാണ്, ഞാനത് സംസാരിക്കും. അല്ലെങ്കിൽ ഞാൻ കണ്ണാലത് കാണാൻ പോകുകയാണ്. പെട്ടിക്കകത്തിരുന്നതാ, പക്ഷെ തമ്പുരാൻ അങ്ങ് ഉയർപ്പിച്ചു. ഇന്നപ്പോ എന്തോ എനിക്കറിയത്തില്ല, കൈവിട്ടു പോയതാ. പക്ഷെ ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ട് ദൈവം തൽസ്ഥാനത്ത് വെച്ച് തന്നെ അതിനെ ഉയർപ്പിച്ചു. സ്തോത്രം.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, അവൻ എൻ്റെ സമാധാനം. എല്ലാവർക്കും ആർക്കും പറയാൻ പറ്റും എൻ്റെ സമാധാനം ആരില്ല, പണത്തിലല്ല, ഈ ലോകത്തിൽ ഏതെങ്കിലും ഉന്നമനത്തിലല്ല എൻ്റെ സമാധാനം. എൻ്റെ സമാധാനം എൻ്റെ കർത്താവ്. അതാ യോഹന്നാൻ പറയും, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഉന്നയിച്ചു. ലോകം നമുക്കുള്ളത് ഏറ്റവും വേണ്ട കാര്യം സമാധാനം. ഈ സഹോദരിയുടെ സമാധാനം എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ മനസ്സലിവുള്ളവൻ അവിടെ ചിന്തിക്കുന്നു. ആ സ്ത്രീയുടെ ഒറ്റ കാര്യമുണ്ട്, നീ കരയാം. ഒരു കാര്യം വേഗത്തിൽ പറഞ്ഞു നിർത്താം. ലാസറിന്റെ ഭവനത്തിലേക്ക് നമുക്ക് ചെല്ലാം. ബഥാനി എന്ന് പറയുന്ന ഏറ്റവും ഫേമസ് ആയ ഒരു ഭവനമാണ് ലാസറിന്റെ ഭവനം. ലാസറിന്റെ ഭവനത്തിലേക്ക് യേശു ചെല്ലുമ്പോൾ സഹോദരിമാർ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ യേശു പറഞ്ഞത് എന്താണ്? ലാസറിനെ ഇവിടെ വെച്ചത് ഒരു കരഞ്ഞുകൊണ്ടിരിക്കുക. അതാ കർത്താവേ, 4 ദിവസമായി നാറ്റം വെച്ച് ഇവിടെ മഞ്ചത്തിൽ നിന്ന് ഒരുവൻ എഴുന്നേൽക്കുക. അവിടെ എന്താ നാറ്റം വമിച്ചിരിക്കും. കയറി ചെല്ലാൻ പറ്റത്തില്ല. ഇത് പുറത്തു കൊണ്ടുവന്ന വിഷയമാണ്, പക്ഷെ ഇത് അടുക്കാൻ പറ്റാത്ത വിഷയം. രണ്ട് ഡിഫറെന്റ് വിഷയമാണ്. ഇവിടെ ഉണ്ടോ ഇങ്ങനെ വിഷയത്തിൽ കൂടെ പോകുന്നവരില്ലാകത്തിരിപ്പോൾ? ഒന്ന് പുറത്തു വന്ന വിഷയം, ഒന്ന് അടുക്കാൻ പറ്റാത്ത വിഷയം. എല്ലാവരും ഉണ്ടോ? ചില വിഷയത്തോട് നമുക്ക് അടുക്കാൻ പറ്റത്തില്ല, പക്ഷെ ആ വിഷയത്തിലൊക്കെ യേശു കയറി ചെല്ലുന്നത്. ദൂത് കേട്ടോ, ഏത് നാറ്റം വെച്ച വിഷയമാണെങ്കിലും അതിനകത്തോട് യേശു ഇറങ്ങി ചെല്ലും. ഒന്ന് സ്വന്തം ചെയ്യാൻ പറ്റുമോ? എത്ര ദൈവം ശ്രദ്ധിക്കും. എത്ര നാറ്റം വഹിച്ച വിഷയമാണെങ്കിലും അതിനെ സുഗന്ധപൂർണമാക്കി തീർക്കാൻ എന്റെ കർത്താവിന് പറ്റും. യേശു എന്താ അവിടെ ചെയ്തേ? അവനെ വെച്ചത് എവിടെയാണ്? ലാസറേ, ഉറച്ചു വരിക. ഇന്നിപ്പോൾ വിശ്വസിക്കാൻ പറ്റുമോ? ചില നാറ്റങ്ങൾ മാറാൻ പോകുക, ചില ദുർഗന്ധങ്ങൾ മാറാൻ പോവുകയാണ്. ഇന്നിപ്പോൾ വിശ്വസിക്കാൻ പറ്റുമോ? ദുർഗന്ധം വമിച്ചിരിക്കാനല്ല, ഇന്നിപ്പോൾ ആ വിഷയത്തിനകത്ത് ദൈവിക സുഗന്ധഫലം നശിക്കുന്നവരുടെയിലും രക്ഷിക്കപ്പെട്ടവർ നടുവിലും ക്രിസ്തുവിന്റെ സംരംഭ്യവാസനയായി തീരാൻ ഇന്നവർ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. വമിച്ചിരിക്കാൻ ഒരു നിമിഷം നമ്മളെ കണ്ണുകളെ അടയ്ക്കും.